വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റോസ്. ഞാനേ പാതിരാ കുർബാനയ്ക്ക് പോകാനായിട്ട് റെഡി ആയതാണ്. ഇത് 24th നൈറ്റാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ തുടങ്ങിയതാണ് കുക്ക് ചെയ്യാനായിട്ട്. എല്ലാം തീർത്ത് ഫ്രഷായി ഇനി പള്ളിയിൽ പോയാൽ മതി. കുക്കിംഗ് ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. വിന്താലുവിൻ്റെയൊക്കെ റെസിപ്പി ഞാനൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ബീഫ് വിന്താലു ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പോർക്ക് വിന്താലു ആണ്. ഇപ്പോൾ ഞാൻ തുറന്നത് ബീഫ് ഫ്രൈ ആണ്. തേങ്ങാക്കൊത്തും കശുവണ്ടിയൊക്കെ ഇട്ട ബീഫ് ഫ്രൈ. ആലൻ 2 പാക്കറ്റ് ബ്രെഡ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് ബീഫ് സ്റ്റൂ ആണ്. പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ DJ ഉണ്ട്. DJയും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 3 മണിയൊക്കെ ആവും. ഇതിപ്പോൾ ഇവനീ തുള്ളുന്നത് നമ്മുടെ വീടിൻ്റെ വെളിയിൽ തന്നെ ബോക്സൊക്കെ വെച്ച് പാട്ടിട്ടിട്ടുണ്ട്. പക്ഷേ ആ പാട്ട് എനിക്ക് കേൾപ്പിക്കണമെന്നുണ്ട്. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് അത് കേൾപ്പിക്കാൻ പറ്റത്തില്ല. ഈ ഡ്രസ്സ് കുറച്ച് ഓൾട്ടറിങ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഇത്തിരി മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇട്ടപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി കൂടെ ലൂസാണെന്ന്. ഇറക്കവും കുറച്ച് കൂടുതലാണ് എന്നൊക്കെ തോന്നി. മടി കാരണം ഇതൊന്നും ചെയ്തില്ല. ഞാനും കുക്കു സാറും കൂടെ നേരെ ലില്ലിയംസിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതിവിടെ കുരിശുമൂട്ടിലെ ഒരു ചേട്ടനാണ്. മുമ്പത്തെ ഒരു പെരുന്നാൾ വ്ലോഗിലും ഒക്കെ ഞാൻ പുള്ളീൻ്റെ ഡാൻസ് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആസ്ഥാന കലാകാരനാണ്. ഇനിയിപ്പോൾ കുറേ നേരം ഡാൻസ് കളിക്കും. അവിടെ ലില്ലിയംചീൻ്റെ അടുത്ത് നിലുവിനെ ഉറക്കി കിടത്തിയിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മിനിയാൻ്റി ആയിട്ടാണ് ഞാൻ പള്ളിയിൽ പോണത്. പക്ഷേ അമ്മ വന്നപ്പോഴത്തേക്ക് നിലുവിനെയും കൊണ്ടുപോയി. ഞാൻ അവിടെ കിടന്നുറങ്ങട്ടെ, രാവിലെ പിന്നെ പതുക്കെ വിളിച്ചാൽ മതിയല്ലോ. അമ്മച്ചി ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് അപ്പം പുഴുങ്ങാനായിട്ട് എണീക്കും. അപ്പോൾ പിന്നെ കൊച്ചു എണീറ്റ് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് അത് പാടായിരിക്കും. അതുകൊണ്ട് അമ്മ നിലുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുക്കു ഞങ്ങളുടെ കൂടെ പള്ളിയിലോട്ട് വരുന്നുണ്ട്. കുക്കു വരുന്നത് ലേസർ മേടിക്കുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. വീട്ടിൽ ഉച്ചയ്ക്ക് ബാക്കി ഉണ്ടായിരുന്ന ചോറ് ഞാനും കുക്കുവൊക്കെ കൂടെ കഴിച്ചു. പിന്നെ ഇവിടെ വന്നിട്ട് അലന് ഞാൻ ഒരു 4 ചപ്പാത്തി എടുത്തു. കറികൾ ഇഷ്ടം പോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. റൈസ് കുക്കറിൽ ചോറും ആക്കി വെച്ചിട്ടുണ്ട്. അച്ചു വന്നിട്ടുണ്ട്. കണ്ണമോൻ്റെ കസിനാണ്, മിനിയാൻ്റിയുടെ ആങ്ങളയുടെ മോൻ. അവർ രണ്ടുപേരും കൂടെ ഹോം അലോണും കണ്ട് ഡിന്നറും കഴിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പള്ളിയിലേക്ക് ഇറങ്ങാനായിട്ട്. 11 മണിക്കോ മറ്റോ കുർബാന തുടങ്ങുന്നത്. അപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു ഞാൻ ഈ ചപ്പാത്തിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചപ്പോൾ. അവിടെ ചെന്നപ്പോൾ മിനിയാൻ്റിയും പറഞ്ഞു അത് ഇത്തിരി കൂടെ വണ്ണം പിടിക്കാനും ഇറക്കം കുറയ്ക്കാനും ഒക്കെ ഉണ്ട്, പോയി ഒന്ന് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് അതിൻ്റെ ഇറക്കവും കുറച്ച് വണ്ണവും കൈയുടെ വണ്ണവും ഒക്കെ ഒന്ന് കുറച്ചു. കുക്കുസാർ പറഞ്ഞു ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്ന്. എന്നിട്ട് ഞങ്ങൾ റെഡിയായി പള്ളിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. സേറമോളും ഗ്ലാഡസും ഞാനും മിനിയാൻ്റിയും അഞ്ചും പിള്ളേരും എല്ലാവരുമായിട്ടാണ് പള്ളിയിൽ പോണത്. അവരെല്ലാവരും അവിടെ എന്നെ കാത്ത് റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഫോൺ മേളിൽ കൊണ്ടുപോയിട്ട് എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇറങ്ങാൻ നേരത്താണ് പോയി നോക്കിയപ്പോഴത്തേക്ക് മിനിയാൻ്റിയുടെ 2-3 മിസ് കോൾ കണ്ടത്. കണ്ടോ, റെഡിയായിട്ട് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളതേ കടപ്പുറത്ത് കൂടെ പതുക്കെ അങ്ങ് നടന്നാണ് പോയത്. നമ്മൾ ട്രീ വെച്ചേക്കുന്നത് പോലെ തന്നെ ഓരോ സ്ഥലത്തും പാട്ടും ബോക്സും സ്റ്റാറും ഒക്കെ വെച്ചിട്ടുണ്ട്. കുർബാനവും പ്രദക്ഷിണവും ഒക്കെ കഴിഞ്ഞ് വികാരി അച്ഛൻ കേക്കും മുറിച്ച് കഴിഞ്ഞിട്ട് DJ. എല്ലാവരും പുറത്ത് നല്ലപോലെ തുള്ളിക്കൊണ്ട് നിന്നപ്പോൾ ഞങ്ങൾ പതുക്കെ അകത്ത് കയറി പള്ളിക്കുള്ളിലെ പുൽക്കൂടൊക്കെ വീഡിയോ എടുത്തു. പിള്ളേരൊക്കെ നല്ല രീതിയിൽ ഉറക്കം തൂങ്ങി തുടങ്ങിയതുകൊണ്ട് അധികം നേരം നിന്നില്ല. ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു. മിനിയാൻ്റെ അവിടെ പുൽക്കൂടിൽ ഉണ്ണീശോനെ വെച്ചു. നമ്മുടെ വീട്ടിൽ അത് അലനാണ് എടുത്ത് വെക്കാറുള്ളത്. തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് ഉണ്ണീശോ പുൽക്കൂടിൽ കാണാം. മാമൻ ഇന്നേ തുടങ്ങിയിട്ടുണ്ട്, നല്ല ചാർജിൽ നിൽക്കുകയാണ്. മാമന് ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിട്ട് ഞാനും കുക്കു നേരെ വീട്ടിലേക്ക്. ഇവിടെ വന്നപ്പോൾ ഒരു കവർ ഇരിക്കുന്നു. എന്താണെന്നറിയാൻ നോക്കിയപ്പോൾ ആ കവറിൽ നിറയെ ക്രിസ്മസ് ക്യാപ്സാണ്. ഇവർക്കെല്ലാവർക്കും ഒക്കെ വേണ്ടിയിട്ട് വെക്കാനായിരിക്കും നാളെ. ഞാനത് അതുപോലെ തന്നെ എടുത്ത് വെച്ചു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി അല്ല 3:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ലപോലെ കിടന്നൊന്ന് ഉറങ്ങി എണീറ്റ് ബ്രെഡും സ്റ്റൂ ആയിട്ട് കഴിച്ചാൽ മതി. അമ്മയും ഡാഡയും ജെൻചേച്ചിയും കുട്ടികളും ഒക്കെ രാവിലെ വരും. രാവിലെ എണീറ്റ് ഒരു കോഫിയായിട്ട് പുറത്ത് കടപ്പുറത്ത് പോയി നോക്കി. എല്ലാ തലകളും കടലിലും കടപ്പുറത്തും ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു കോഫിയും കുടിച്ചിട്ട് കുറച്ച് പണികൾ കൂടെ നമുക്കിവിടെ ചെയ്യാനുണ്ട്. എന്നിട്ട് നമുക്കും പോയി കടലിലിറങ്ങാം. റൈസ് കുക്കറിൽ വലിയ കലത്തിൽ തന്നെയാണ് ഞാൻ ചോറ് വെച്ചേക്കുന്നത്. പക്ഷെ അത് പോരാണ്ട് വരും. എക്സ്ട്രാ ആരെങ്കിലും ഒക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് കുക്കറിലും കൂടെ നമ്മൾ മുമ്പ് ചോറ് വെച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ ഒരു 2 ഗ്ലാസ് അരി ഇട്ടിട്ട് കുക്കറിലും കൂടെ കുറച്ച് ചോറാക്കി എടുക്കുന്നുണ്ട്. പോർക്ക് വെന്താലും ഒന്ന് നല്ലപോലെ ചൂടാക്കി വെക്കണം. അത് ഫ്രിഡ്ജിൽ കയറ്റാതെ തന്നെ വെച്ചിരിക്കുന്നതല്ലായിരുന്നോ. ഞാൻ ആകെ ബീഫ് ഫ്രൈയും സ്റ്റൂവും പള്ളിയിൽ നിന്ന് വന്നപ്പോൾ തിരിച്ചെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അതിന് നമുക്ക് അതാത് ടൈമില്ല. ഇപ്പോൾ രാവിലെ സ്റ്റൂവും ഉച്ചയ്ക്ക് ബീഫ് ഫ്രൈയും ആയിട്ട് അവനിൽ വെച്ച് ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് ചൂടാക്കി ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് എരിവ് പോരാത്ത പോലെ ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ വറ്റിച്ച് അതങ്ങ് മാറ്റി വെച്ചു. രസവും ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. വെജിറ്റബിളിനായിട്ട് ഒരു സാലഡ് ഉണ്ടാക്കണം. കുക്കുംബറും ക്യാരറ്റും എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മിയും ചേച്ചിയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ ഒരുമിച്ചിരുന്ന് അരിയാമെന്നും കരുതിയിട്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. എനിക്ക് ചെറിയൊരു ആട്ടമുള്ളത് പുറത്തെ പാട്ട് ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്കതങ്ങനെ കേൾപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇട്ടിരുന്ന പാട്ട് തൊട്ടാൽ പൂമലരും ആ പാട്ടാണെന്ന് തോന്നുന്നു രാവിലെ കേട്ടുകൊണ്ടിരുന്നത്.
ഞാൻ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 ട്രിപ്പായിട്ട് ചിക്കൻ മൊത്തത്തിൽ പൊരിച്ചെടുക്കാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അമ്മച്ചി രാവിലെ ഇതേ വെള്ളയപ്പം കൊടുത്തു വിട്ടിട്ടുണ്ട്. ബ്രെഡ് അവിടെ ഇരുന്നാൽ നമുക്ക് എപ്പോഴാണെങ്കിലും കഴിക്കാമല്ലോ. ഇത് നല്ല സോഫ്റ്റ് സാധനം, അത് കണ്ട എങ്ങനെ കഴിക്കാണ്ടിരിക്കുന്നത്. ഇന്നലെ ഇവിടെയൊക്കെ ബീഫ് അങ്ങ് തീർന്നു പോയായിരുന്നു. അനിയ ചാച്ചൻ പിന്നെ കൊല്ലത്ത് പോയി മേടിച്ചുകൊണ്ട് വന്നതാണ് എല്ലാവർക്കും ഉള്ള ബീഫ്. അപ്പോൾ നല്ല കൊഴുപ്പുള്ള ഇറച്ചിയായിരുന്നു. അതിന്നും നല്ല കൊഴുപ്പുള്ള പീസുകൾ നോക്കി മാത്രം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റൂ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തന്നെ ചേച്ചിയും കുട്ടികളും ഒക്കെ എത്തി. ഓരോരുത്തരായിട്ട് മെറി ക്രിസ്മസും പറഞ്ഞ് അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ മെനു രസം, പോർക്ക് വിന്താലു, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, സാലഡ്. എല്ലാം വന്നല്ലോ, എല്ലാ ഇറച്ചിയും ഉണ്ട്. മമ്മി രാവിലെ അവിടെ അപ്പം ചുട്ടിരുന്നു എന്ന്. അപ്പോഴേ ഡാരൽ സ്റ്റൂ ഇല്ലേന്നും പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന്. അങ്ങനെ വന്നപ്പോൾ തന്നെ ഡാരലിന് കുറച്ച് അപ്പവും സ്റ്റൂവും ഒക്കെ ആയിട്ട് എടുത്തു കൊടുത്തു. അല്ല, അവൻ ബ്രെഡും സ്റ്റൂവും മതി എന്ന് പറഞ്ഞിട്ട് അവന് സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറച്ച് ഡെല്ലേക്കും വാരി കൊടുത്തു. അവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആരും പിന്നെ അങ്ങനെ കഴിച്ചില്ല. വെള്ളയപ്പമൊക്കെ പിന്നെ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ബ്രഞ്ചായിട്ടും ഒക്കെ ആരെങ്കിലും ഒക്കെ കഴിച്ച് തീർത്തോളും. ഇത് ഡാഡയുടെ ഏറ്റവും ഇളയ സിസ്റ്ററാണ് ലെനി ആൻറ്റി. നമ്മൾ തമിഴ്നാട് ചെന്നൈയിൽ പോയത് ആൻറ്റിയുടെയും ജോണങ്ങളുടെയും വീട്ടിലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ വേളാങ്കണ്ണിയിലൊക്കെ പോയത്. അപ്പോൾ അവർ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. ജോണങ്ങളുടെ വീട് ഇവിടെയാണ് കേട്ടോ. അവരും കുടുംബത്ത് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട്. രാവിലെ വന്ന് അളിയനെയൊക്കെ വിഷ് ചെയ്തിട്ട് അവർ പോയി. നിങ്ങൾ ഇതുവരെ സ്ക്രീനിൽ കാണാത്ത ആൾ മൊത്തം നനഞ്ഞിരിക്കുകയാണ് കടലിൽ. വീടിന് നേരെ താഴെയായിട്ട് ടാർപ്പ ഇങ്ങനെ കുറച്ച് ഇറക്കി ഇട്ടിട്ടുണ്ടാവും. അത് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ്. അവിടെ പിള്ളേരുടെ സൈസിന് പറ്റി ഒത്തിരി ലൈഫ് ജാക്കറ്റ് കൊണ്ടിടും സിസിജിന്ന്. അപ്പോൾ കടലിൽ ഇറങ്ങുന്ന പിള്ളേർക്കൊക്കെ ലൈഫ് ജാക്കറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് സിസിജി തുടങ്ങിയ പിന്നെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളൊരു സംഭവമാണ് അത്. ഇന്നലെ ആ ഒരു ചെറിയ ഷോർട്സ് ഇട്ടപ്പോൾ കടലിലെ കുളിസീൻ കുറച്ച് കുറഞ്ഞു പോയി എന്നൊരു പരാതി ഉണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഇന്നങ്ങ് പരിഹരിക്കാം. മരിയമോൾ എത്തിയിട്ടുണ്ട്. ഞാൻ അവളെ ചേഞ്ച് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ബൈ ദ വേ, ദിസ് ഇസ് ഗ്രേഗ്. പുള്ളി ഇപ്പോൾ സിസിജിയിൽ സ്റ്റേ ചെയ്യുവാണ്. സിസിജിയിൽ നിന്ന് ഒരു കയാക്കും എടുത്തിട്ട് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന് ഒന്ന് കൂടെ വൈബ് ചെയ്യാനായിട്ട് എത്തിയേക്കുവാണ്. ആൻഡ് ഹി വാസ് സെയിങ്, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്, എവറിബഡി ഈസ് ഇൻ ദ ഓഷന്. നമ്മുടെ ഇവിടെ ക്രിസ്മസിന് വളരെ റെയറായിട്ടാണ് ആൾക്കാർ കടലിൽ നിന്ന് വെളിയിൽ കാണാറുള്ളത്. ഫോൺ വാട്ടർ പ്രൂഫ് പൗച്ചിൽ കിടക്കുന്നതിൻ്റെ ഒരു ചെറിയ ക്ലാരിറ്റി കുറവ് ഇനി അങ്ങോട്ടുണ്ടാവും.
സീ ഡയമണ്ട്സിന് വേണ്ടി പണ്ട് നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച ആലനാണ് ഇത് ഇപ്പോൾ കാരണം പറഞ്ഞ് ചാടിയത്. മരിയമോളുടെ അടുത്ത് ആ സ്പെക്സ് വെച്ചേക്കുന്നതാണ് എൻ്റെ അപ്പൻ. ആ ട്യൂബിൻ്റെ അകത്തുകൂടെ ഇത് ഇപ്പോൾ ചാടി പോയിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഫാദറിൻലോ, എൻ്റെ അമ്മായിയപ്പൻ. ഞാൻ എല്ലാവരോടും മെറി ക്രിസ്മസ് പറഞ്ഞു, അപ്പനോട് മാത്രം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഷിൻഡു, അവൾ കൂടെ ഉണ്ടായിരുന്നു. സമ്മതിക്കത്തില്ല, എന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് എന്നെ വലിച്ചുകൊണ്ട് പോയി ഒരു മെറി ക്രിസ്മസ് പറയിക്കുന്നതാണ് നിങ്ങൾ ഇനി കാണാൻ പോണത്. വീണ്ടും മരിക്കാൻ വേണ്ടി പോണേ. സമയം ഒന്നും ഓർമ്മയില്ല. ഏകദേശം ഒരു 3:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്നു. കുളിച്ച് ഫ്രഷായി ഇറങ്ങിയപ്പോൾ റോബിൻ ചേട്ടാ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇന്ന് മന്തിയാണ് ഉണ്ടാക്കിയത്, എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞിട്ട്. മരിയ വൈനൊന്നും എടുത്തിട്ടില്ലെന്ന് നിങ്ങളോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവരും കുറച്ച് നേരം പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പോയി. പിന്നെ ആൾക്കാർ എത്തിയില്ല കേട്ടോ, കാരണം അമ്മാതിരി കടലിൽ കുളിയായിരുന്നു. മരിയമ്മോൾ പൊങ്ങിയിട്ടുണ്ടാവത്തില്ല രാത്രി. ഞാൻ തന്നെ എണീക്കുന്നത് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ്. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും മമ്മി ചായ കൊണ്ടു തന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ മമ്മിയും ചേച്ചിയൊക്കെ കയറി വന്നപ്പോൾ ചേച്ചിയുടെ കയ്യിലിരുന്ന ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. അതിൽ മെറി ക്രിസ്മസ് എന്ന് എഴുതിയ ഒരു കേക്ക് ഉണ്ടായിരുന്നു മുറിക്കാനായിട്ട്. നമ്മുടെ രമിച്ചേട്ടൻ്റെ വൈഫ് റോസ് ചേച്ചി വീട്ടിൽ ബേക്ക് ചെയ്ത കേക്കാണ്, കുക്കറിൽ ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് അവരിറങ്ങാൻ നേരത്ത് നിലു കരയാണ്ടിരിക്കാനായിട്ട് ചേച്ചി തന്നെ നിലുവിനെ കൊണ്ട് അപ്പൻ്റെ കയ്യിൽ കൊടുത്തു. അതിന് വേറൊരു റീസണും കൂടി ഉണ്ട്. കുക്കു അവരുടെ കൂടെ പുലിച്ചിറയിലേക്ക് പോവുക. അവൻ അങ്ങോട്ട് ക്രിസ്മസ് തീരുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ ഡൽഹി ആയിട്ട് പോയി. അത് കാണാണ്ടിരിക്കാനാണ് നിലുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയത്. ഞാൻ അപ്പോഴേ നേരെ ഇങ്ങ് ലില്ലിയംസിൻ്റെ വീട്ടിലേക്ക് വന്നു. ഒരു ഉണർവിനും ഉന്മേഷത്തിനും ഒക്കെ ആയിട്ട് കണ്ണമോനെ കൊണ്ട് ഒരു വലിയ കുപ്പി നിറച്ച് ലൈം സോഡ മേടിപ്പിച്ചു. നല്ല ഇഞ്ചിയൊക്കെ ഇട്ടത്, പച്ചമുളകും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ക്ഷീണം തീരെ അത് കുടിച്ചു. സേറമോൾ ഉറങ്ങിയിട്ട് എണീറ്റില്ല. അങ്ങനെയല്ല അത് പറയേണ്ടത്, ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ ആള്. ഇനിയിപ്പോൾ നേരം വെളുക്കുമായിരിക്കും ചിലപ്പോൾ എണീക്കാനായിട്ട്. അമ്മ ഇതിനിടയ്ക്ക് വിളിച്ചിട്ട് നിലുവിന് ചോറ് കൊടുത്തോ എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, ഇനി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നാ വേണ്ട, ഇനിയിപ്പോൾ നീ ഈ പാതിരായ്ക്ക് ഇനി എന്നെ ചോറ് കൊടുക്കേണ്ട. മണി 10 കേട്ടോ. എനിക്ക് ടൈം മൊത്തത്തിൽ തലേന്നങ്ങ് പോയി. ആ കടലിൽ കുളിച്ചിട്ട് കയറിയപ്പോഴത്തേക്ക് ഞാൻ ഉച്ചയ്ക്ക് കുളിച്ച് കയറി എന്നാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ഇങ്ങോട്ട് കൊണ്ടുപോരും, അവൻ ഇവിടെ കിടന്നോളും എന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഞാനും കണ്ണമോനും കൂടെ നിലുവിനെ കൊണ്ട് വീട്ടിലാക്കി. തിരിച്ച് വന്നിട്ട് ഉണ്ടായിരുന്ന പോർക്ക് കുറച്ചൊന്ന് ചൂടാക്കി എടുത്തു. കൊച്ചു പപ്പയ്ക്ക് ഇവിടുത്തെ പോർക്ക് കറിയും കൂട്ടി അപ്പം വേണമെന്ന് പറഞ്ഞു. കണ്ണമോനും കുറച്ചുണ്ടായിരുന്ന പോർക്കും ബീഫ് ഫ്രൈയും ഒക്കെ ആയിട്ട് ഞാനൊരു പ്ലേറ്റിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വെക്കേഷൻ ട്രിപ്പിൽ സ്റ്റേ ചെയ്ത ഷാജിയങ്ങളുടെ വീട് ഓർമ്മയുണ്ടല്ലോ, ട്രിവാൻഡ്രത്തെ. ആ ഷാജിയങ്ങളാണ് ഈ ഷാജിയങ്ങളും വന്നിരുന്നു. ഒരു പിടി ചോറ് കഴിച്ചു. അതിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒന്നും വലിയ കാര്യമായിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മിനിയാൻറ്റി പറയുന്നത് കേൾക്കാം, ലഞ്ച് മാത്രമേ ഡെഡിക്കേറ്റഡ് ആയിട്ട് കഴിക്കാറുള്ളൂ. എന്നിട്ട് ഞാൻ നേരെ ലില്ലിയംച്ചിയുടെ അടുത്ത് വന്ന് അമ്മിച്ചി വെച്ച പോർക്കിൻ്റെ ചട്ടിയിലിട്ട് ചോറ് കഴിച്ചു. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് നോക്കിയപ്പോൾ ഇതുങ്ങളെല്ലാം പിന്നെയും കടലിൽ കിടക്കുന്നു. അതായത് ദിസ് ഇസ് December 26. രാവിലെ കൊച്ചുപ്പ കൂരിക്കയെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ വെച്ചിട്ടാണ് മീൻ പിടിക്കുന്നത്. അതായത് ചൂണ്ടയിടാൻ നേരത്ത് തീറ്റയായിട്ട് ഇവർ ഇതിനെയാണ് വെക്കുന്നത്. നേരെ നിന്ന് ചൂണ്ടയിടാൻ ആർക്കും പറ്റാത്തതുകൊണ്ട് ചൂണ്ടയ്ക്കൊന്നും ഒന്നും കിട്ടിയില്ല. പിന്നെ കിട്ടിയ കല്ലുമ്മക്കായ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. കല്ലുമ്മക്കായ ചുട്ട് തിന്നുന്ന സീനാണ് അടുത്തത്. 26 രാത്രിയും ആഘോഷങ്ങൾ തീരുന്നൊരു മട്ട് ഞാൻ കാണുന്നില്ല. പറ്റുന്നത്രയും ഞാൻ ഉൾപ്പെടുത്താം. താങ്കൾ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയത്? ഞങ്ങൾ വന്ന ആദിവാസി
രാവിലെ പറഞ്ഞായിരുന്നു വിശപ്പ് സഹിക്കാൻ ചെയ്തതാണ്. പണ്ട് ഞങ്ങൾ വിശപ്പായിരുന്നു, ഒന്നും കഴിക്കാനില്ല. ഞങ്ങളിവിടെ കടലിൽ പോയി ഞങ്ങൾ പിച്ചുന്ന സ്ഥലം കാണിച്ചോളൂ. ഞങ്ങൾ പിച്ചുന്നത് അവിടെ നിന്നാണ്. ഞങ്ങൾ ആ കല്ലിൽ നിന്ന് ആ കല്ലിൽ നിന്ന് ഞങ്ങൾ പിച്ച് ഞങ്ങൾ വിശപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. സഹായിക്കാൻ ആരുമില്ല. ഞങ്ങളിതൊക്കെ ഇങ്ങനെ ചെടിച്ചുട്ട് ഇന്ന് ജീവിക്കും. പർട്ടിക്കുലറായിട്ട് ഇന്ന വീട്ടിൽ ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒന്നൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ പറയാം, എല്ലായിടത്തും ബ്രെഡ് മേടിക്കും രാവിലെ. ഇന്നലത്തെ ഇറച്ചിക്കറിയുടെ ബാക്കിയൊക്കെ ആയിട്ട് ബ്രെഡ് കഴിപ്പായിരിക്കും. ടില്ലിയംചിയുടെ അടുത്ത് മിനിയാൻ്റെ ചപ്പാത്തി മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പഴങ്കഞ്ഞിയും കാണും. ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എവിടെന്നെങ്കിലും തിന്ന് എവിടെയെങ്കിലും കിടന്നുറങ്ങി ഈ ക്ഷീണം മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കണം. 28-ാം തീയതി സോണിമോളുടെ എൻഗേജ്മെൻ്റ് ആണ്. ഡ്രസ്സ് പോലും ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ റെഡി ആയത് ടേസ്റ്റ് ചെയ്ത് തുടങ്ങി. ആലൻ അത് കഴുകി കൊണ്ടുവരാൻ പോയേക്കുവാണ് കേട്ടോ. നല്ല മണ്ണ് കാണും, മണ്ണ് പോകത്തില്ല എത്ര കഴുകിയാലും. ഞാനും ടേസ്റ്റ് ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ട്. കക്ക പോലൊക്കെ തന്നെ ഇരിക്കുന്നു. ഇത്തിരി അരപ്പും എരിവും കുരുമുളകും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയേനെ. അതിങ്ങനെ എടുത്ത് അപ്പോഴും തന്നെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. എന്തോ കളയേണ്ട 2-3 പാർട്സ് ഉണ്ട് അതിന് മുന്നിലും ബാക്കിലും ഒക്കെ ആയിട്ട്. അതൊക്കെ കളഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട്. കുഴപ്പമില്ല, പോയി നല്ല ടേസ്റ്റ് ഉണ്ട്. അതും കൂടെ ഇട്ട് കത്തിച്ച് കളയുമ്പോ വെന്തായിരുന്നു. വേവേന്ന് വേണ്ട ഈ സാധനം. ഇന്നലെ കടലിൽ കുളിക്കാത്തതിന് പാവപ്പെട്ടവനെ ഇന്ന് കടലിൽ കൊണ്ടുപോയി ഇടുവാണ്. അലനാണ് അങ്ങ് അപ്പുറത്ത് കിടക്കുന്നത്. ഇന്നിത്രയും മീൻ കഴിക്കാൻ കൊതിയായിട്ട് രാവിലെ മിനിയാൻ്റെ മീൻകാരനെയും തപ്പി കുറേ നേരം നിന്നു അത്രേ. ഇന്നലെ അങ്ങേരെ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് പുള്ളി പുച്ഛിച്ചിട്ട് വണ്ടി ഓടിച്ച് പോയി എന്നാണ് പറയുന്നത്. ഇന്നും ഇപ്പോൾ ഉള്ള ബീഫും ചിക്കനും ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യൽ തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് ആലം കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ചപ്പാത്തിയും ബീഫ് കറിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പഴങ്കഞ്ഞിയും ബാക്കി വന്ന വെള്ളയപ്പവും ബ്രെഡും ചപ്പാത്തിയും ഒക്കെ ആയിട്ട് എല്ലാവരും എന്തൊക്കെയൊക്കെയോ കഴിച്ചിട്ട് വീണ്ടും എന്താ കടപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂണ്ടയിടലാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ കുരിശുമൂട് കടപ്പുറത്തെ ക്രിസ്മസ് സെലിബ്രേഷൻസ്. യൂഷ്വലി ഞാനിങ്ങനെ ഫോഴ്സ്ഫുള്ളി കമൻറ്റ് ചെയ്യാൻ പറയാറില്ല. എന്നാലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെൻ്റ് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്.